7 കൊലപാതകങ്ങളുടെ പേരിൽ 2 ദശാബ്ദങ്ങളായി ജയിലിൽ കഴിയുന്ന ഒരു മത്സ്യത്തൊഴിലാളി, ഇന്ത്യയിലെ കുപ്രസിദ്ധരായ സീരിയൽ കില്ലർമാരിൽ ഒരാൾ. തലക്കടിച്ചു മാത്രം കൊല നടത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയ പ്രതിയുടെ ഉദ്ദേശം പ്രധാനമായും കവർച്ച തന്നെയായിരുന്നു. ഒരു കാലത്ത് തൃശ്ശൂരുകാരുടെ ഉറക്കം കെടുത്തിയ ഈ കൊലയാളി വീണ്ടും അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 17 വർഷത്തിനു ശേഷം മകളുടെ വിവാഹത്തിനായി വീട്ടിലെത്തിയത് മാത്രമല്ല പുതിയ വാർത്ത. തൂക്കിലേറ്റാൻ വിധിച്ച ഒരു പ്രതിയുടെ മാനസാന്തരത്തിൻ്റെ കഥ പറയുന്ന പുലരി വിരിയും മുൻപേ എന്ന നോവൽ ജയിൽ മുറിക്കുള്ളിരുന്ന് എഴുതിയതും ഇതേ കുറ്റവാളി തന്നെയാണ് എന്നതും വാർത്തയിലെ കൗതുകമാകുന്നു. പഴയ റിപ്പറിൻ്റെ കഥ പറയാൻ ബിയോണ്ട് ദി ചാപ്റ്ററിനെ പ്രേരിപ്പിച്ചതും ഇതൊക്കെ തന്നെയാണ്. Beyond the chapter. പക്ഷേ നമ്മൾ കേട്ടു തഴമ്പിച്ച ഈ കഥകൾ സത്യമായിരുന്നു. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ തന്നെ അത് വിലയിരുത്തുക. തൃശ്ശൂരിലെ പ്രാന്തപ്രദേശങ്ങളിൽ അതിക്രൂരമായ 7 കൊലപാതകങ്ങൾ നടത്തിയ ഈ കൊലയാളി ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ആ പേര് ആരുടേതെന്ന് പറയാതെ തന്നെ ഓരോ മലയാളിക്കും പറയാൻ കഴിയും. കുപ്രസിദ്ധ കൊലയാളി റിപ്പർ ജയാനന്ദൻ. തൃശ്ശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു റിപ്പർ ജയാനന്ദൻ കൊലകൾ നടത്തിയിരുന്നത്. മോഷണമായിരുന്നു സ്ഥിരം തൊഴിൽ. അതിനൊപ്പം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തലായിരുന്നു മറ്റൊരു ക്രൂരമായ വിനോദം. തൃശ്ശൂരിലെ ഗ്രാമങ്ങളിൽ കൊലപാതകങ്ങൾ നടത്തി കടന്നു കളയുന്നതായിരുന്നു ജയാനന്ദൻ്റെ രീതി. 2005 ഒരു രാത്രി എറണാകുളത്ത് പറവൂരിൽ രാത്രി പട്രോളിങ്ങിലാണ് പോലീസ്. നഗരത്തിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ബിവറേജിൻ്റെ മുമ്പിൽ ഒരാൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. പോലീസ് ചാടി ഇറങ്ങി. എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല. ചുറ്റിലും ആരുമില്ല. അയാൾക്ക് പക്ഷേ ജീവനുണ്ട്. അയാളെയും കൂട്ടി പോലീസ് ആശുപത്രിയിലേക്ക് കുതിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. പോലീസ് തിരിച്ച് ബിവറേജിൻ്റെ അടുക്കലെത്തി. പരിശോധനയിൽ ബിവറേജിൻ്റെ പിന്നിലെ ചുമർ തുരന്നിരിക്കുന്നതായി കണ്ടെത്തി. മോഷണശ്രമമായിരുന്നു ഇതെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. നഗരത്തിലെ കുപ്രസിദ്ധ കുറ്റവാളികളെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് ഒരു സൂചനയും ലഭിച്ചില്ല. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ അവർക്കും ഒരു തെളിവും കണ്ടെത്താനായില്ല. വർഷം 1 കഴിഞ്ഞു. 2006 ഒക്ടോബർ 3 കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം നടക്കുന്നു. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ നെടുമ്പുള്ളി രാമകൃഷ്ണൻ്റെ ഭാര്യ ബേബിയെ കിടപ്പ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. കൂടാതെ രാമകൃഷ്ണനെ തൊട്ടപ്പുറത്ത് അതീവ ഗുരുതരമായി ആക്രമിക്കപ്പെട്ട നിലയിലും. സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ കൂട്ടത്തോടെ എത്തി. ഇരുവരും താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ വേറെ ആരും താമസമില്ല. പോലീസ് നായ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. പക്ഷേ നിരാശയായിരുന്നു ഫലം. കൊല നടന്ന മുറിയിൽ മണ്ണെണ്ണ തളിച്ചിരുന്നു. കൂടാതെ ഗ്യാസ് തുറന്നു വിട്ടിട്ടുമുണ്ട്. പോലീസ് നായയ്ക്ക് മണം കിട്ടുന്ന ഒന്നും മുറിയിലുണ്ടായിരുന്നില്ല. ബേബിയുടെ കൈ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കവർച്ച നടന്നതായി കണ്ടെത്തി. വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. പോലീസ് നായ തലങ്ങും വിലങ്ങും ഓടിയെങ്കിലും ഒരു തുമ്പുമില്ലാത്ത കേസിൽ അന്വേഷണം വഴിമുട്ടി. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വഴിമുട്ടി. അങ്ങനെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കെ ഈ കേസും ക്രൈംബ്രാഞ്ചിന് വിടുന്നു. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നാട്ടിലെ കൊടും കുറ്റവാളിയായ ഓളാട്ടുപുറത്തെ ഷിബുവിനെ പോലീസ് പിടികൂടി. പോലീസ് ഷിബുവിനെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. ഇയാളല്ല പ്രതിയെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷെ നിർണായകമായ ചില സൂചനകൾ ലഭിച്ചു. അത് മറ്റ് ചില ക്രിമിനലുകളെക്കുറിച്ചായിരുന്നു. നിരന്തരം ക്രിമിനലുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇയാൾ ഒരാളെക്കുറിച്ച് പോലീസിനോട് പ്രത്യേകമായി പറഞ്ഞു. തൃശ്ശൂർ മാളയ്ക്ക് സമീപം താമസിക്കുന്ന തമ്പിയെക്കുറിച്ചായിരുന്നു അത്. കേസന്വേഷണം തമ്പിയിലേക്ക് മാറി. തമ്പിയെ പോലീസ് നിരീക്ഷിച്ചു. പിന്നീട് കൂടുതൽ അടുപ്പം കാട്ടി. വേഷം മാറിയെത്തിയ പോലീസുകാർ തമ്പിയുമായി പലപ്പോഴായി സൗഹൃദത്തിലായി. ഒരിക്കൽ തമ്പിയുമായുള്ളൊരു മദ്യപാന സദസ്സ്. പോലീസുകാർ പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്തു. അതിലൊന്ന് പുത്തൻവേലിക്കര കൊലപാതകം തന്നെയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തിയ കൊലയാണതെന്ന് പോലീസുകാർ വാദിച്ചു. എന്നാൽ തമ്പി വിട്ടുകൊടുത്തില്ല. അങ്ങനെയല്ല, അത് ജയാനന്ദനാണ് ചെയ്തത്. മദ്യലഹരിയിലായിരുന്ന തമ്പി അന്നേ വരെ ആരുമറിയാത്ത ആ രഹസ്യം പോലീസുകാരോട് വെളിപ്പെടുത്തി. ആരാണ് ജയാനന്ദൻ? പോലീസുകാർ അന്താളിച്ചു. ഇതുവരെ കേൾക്കാത്തൊരു പേര്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജയാനന്ദനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം ഇയാളെ പോലീസ് നിരീക്ഷിക്കുകയാണ്. ഇയാളുടെ ജീവിത രീതി എന്താണ്, എവിടെയാണ് താമസം, എന്താണ് ജോലി എന്നെല്ലാം പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നു. വലിയ പ്രൗഢിയൊന്നുമില്ലാത്ത വീട്ടിലാണ് ജയാനന്ദനും അയാളുടെ ഭാര്യയും 2 മക്കളും താമസം. ഈ വീട്ടിൽ പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, വീട് എപ്പോഴും അടഞ്ഞു കിടക്കും.
2. പകൽ മൊത്തം റിപ്പർ വീടിനുള്ളിൽ ചടഞ്ഞുകൂടിയുണ്ടാകും. ഇതിൽ പോലീസിൻ്റെ ഒരു അസ്വാഭാവികത തോന്നി. പോലീസ് അയാൾക്ക് ചുറ്റും വലവിരിച്ചു. എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനിടയിൽ ഒരിക്കൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ആ ചോദ്യം ചെയ്യലാണ് കേരളത്തെ വിറപ്പിച്ച സീരിയൽ കില്ലിങ്ങുകളെക്കുറിച്ച് പുറം ലോകം അറിയുന്നു. 2006 ഒക്ടോബർ 2 ബേബിയെ കൊല്ലുകയും ഭർത്താവ് രാമകൃഷ്ണനെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതെന്ന് റിപ്പർ ജയാനന്ദൻ പറഞ്ഞു. ബേബിയും രാമകൃഷ്ണനെയും കമ്പി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി. ബേബിയെ വീണ്ടും അടിച്ചു. നിഷ്ഠുരമായ ആ ആക്രമണത്തിൽ ബേബി കൊല്ലപ്പെട്ടു. മോഷണമായിരുന്നു ലക്ഷ്യം. ബേബിയുടെ കയ്യിലെ വള ഊരിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അത് കണ്ടതോടെ കൈ വെട്ടിമാറ്റിയെന്നും ജയാനന്ദൻ പോലീസിനോട് വിവരിച്ചു. ജയാനന്ദനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ചോദ്യം ചെയ്യൽ അതീവ ദുഷ്കരമായിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയ ആളായിരുന്നു ജയാനന്ദൻ. പിടിക്കപ്പെട്ടതോടെ അയാൾ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ പുറം ലോകമറിഞ്ഞു. ഒരിക്കൽ ചോദ്യം ചെയ്യലിനിടെ ഒരു പോലീസുകാരൻ ജയാനന്ദനോട് ചോദിച്ചു, ഇത്രയേറെ കൊല ചെയ്തിട്ടും നിങ്ങൾക്കൊരിക്കലും ഇതിലൊന്നും കുറ്റബോധം തോന്നിയിട്ടില്ലേ എന്നോ? അയാളുടെ മറുപടി യഥാർത്ഥത്തിൽ പോലീസുകാരനെ ഞെട്ടിച്ചു കളഞ്ഞു. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഭാര്യയും മക്കളുമാണ് എനിക്ക് വലുത്. അവരെ നോക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ അയാളുടെ പ്രതികരണം. അങ്ങനെ ബേബി കൊലക്കേസിലാണ് ജയാനന്ദൻ ആദ്യം പോലീസ് വലയിലാകുന്നത്. ഈ കേസിൽ ജയാനന്ദൻ നടത്തിയെന്ന് പറയപ്പെടുന്ന കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കൊലക്കേസുകളിൽ അയാളെ പ്രതിയാക്കുന്നത്. ഇരുമ്പ് ദണ്ട്, വലിയ കത്തി, രക്തത്തിൽ മുങ്ങിയ ജയാനന്ദൻ്റെ പച്ച ഷർട്ടും കാവിമുണ്ടും എന്നിങ്ങനെ അസഖ്യം കഥകൾ മലയാളിക്ക് മനഃപ്പാടമാണ്. 2003 തൃശ്ശൂർ ജില്ലയിലെ മാളയിലായിരുന്നു ആദ്യ കൊലപാതകം. മാളയിലെ പഞ്ഞിക്കാരൻ ജോസ് വീട്ടിൽ കൊല്ലപ്പെട്ടു. വാർത്ത അറിഞ്ഞ നാട്ടുകാർ ഞെട്ടി. ജോസിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ റിപ്പർ ഉറങ്ങിക്കിടന്ന ജോസിനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു കൊന്നു. പിന്നീട് മോഷണം നടത്തി. 17,000 രൂപയും വീഡിയോ കാസറ്റും പ്ലെയറും അവിടെ നിന്ന് മോഷ്ടിച്ചു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. മുറിയിൽ മുളക് പൊടിയും മണ്ണെണ്ണയും തെളിച്ചിരുന്നു. പോലീസ് നായ ഉൾപ്പെടെ വന്നതാണ്, പക്ഷേ ഒരു തുമ്പും ലഭിച്ചില്ല. പോലീസ് തന്നിലേക്ക് എത്താതിരുന്നത് ജയാനന്ദൻ്റെ ആത്മവിശ്വാസം അത്യധികം കൂട്ടി. അയാൾ തുടരെ കൊലപാതകങ്ങൾക്ക് പദ്ധതിയിട്ടു. അടുത്ത കൊലപാതകം പിറ്റേ വർഷം തന്നെ നടത്തി. 2006 മാർച്ച് 26 മാളയിൽ തന്നെയായിരുന്നു അതും. കളത്തിൽ പറമ്പിൽ നബീസായും മരുമകൾ ഫൗസിയയും കൊല്ലപ്പെട്ടു. തലയ്ക്കടിച്ചായിരുന്നു കൊലപാതകം. മറ്റൊരു മരുമകൾ നൂർജഹാനും തലയ്ക്കടിയേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് 32 പവൻ സ്വർണം ഇയാൾ കവർന്നു. പോലീസ് കുതിച്ചെത്തി. എന്നാൽ പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. മുളകുപൊടിയും മണ്ണെണ്ണയും എല്ലാം പതിവ് പോലെ തെളിവുകൾ നശിപ്പിച്ചു. പിന്നീട് കേസിൽ CBI വന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ജയാനന്ദൻ ശക്തനായി. കൊലപാതകം ആവർത്തിച്ചു. അതേ വർഷം തന്നെ ഒക്ടോബറിൽ ഇരട്ട കൊലപാതകങ്ങൾ നടത്തി. കളപ്പുര സഹദേവനും ഭാര്യ നിർമ്മലയും കൊല്ലപ്പെട്ടു. ഇവിടെ നിന്ന് 11 പവൻ സ്വർണം ഇയാൾ കവർന്നു. 2005 അടുത്ത കൊലപാതകം. വടക്കേക്കരയിലുള്ള ഏലിക്കുട്ടിയമ്മയെ തലയ്ക്കടിച്ചു കൊന്നു. രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ജയാനന്ദൻ ഏലിക്കുട്ടിയമ്മയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അടുത്ത കൊലപാതകം പറവൂരിലെ ബിവറേജസ് ജീവനക്കാരൻ സുഭാഷിനെ കൊലപ്പെടുത്തിയതാണ്. റിപ്പർ ജയാനന്ദൻ്റെ കൊലപാതക പരമ്പരയിലെ അവസാനത്തേതായിരുന്നു പുത്തൻവേലിക്കര ബേബിയുടെ കൊലപാതകം. ഇതോടെയാണ് റിപ്പർ പിടിയിലാകുന്നത്. പറവൂരിലെ കൊലപാതകത്തെക്കുറിച്ച് അയാൾ പറഞ്ഞു തുടങ്ങി. ഭാര്യയുടെ സഹോദരിയുടെ വീട് പറവൂരിലാണ്. അവിടെ ഇടയ്ക്കിടെ വീട്ടുകാർക്കൊപ്പം റിപ്പർ വരാറുണ്ട്. അവിടെ നിന്നാണ് പറവൂരിലെ ബിവറേജസിനെ കുറിച്ച് അറിയുന്നത്. എല്ലാ ദിവസത്തെയും കളക്ഷൻ അന്നന്ന് കൊണ്ടുപോകില്ല, അത് മാസ അവസാനമാണ് കൊണ്ടുപോകുക എന്നും റിപ്പർ അറിയുന്നു. തഞ്ചത്തിൽ വിവരങ്ങൾ മനസ്സിലാക്കിയ റിപ്പർ അവിടെ മോഷണം നടത്താനായി എത്തുന്നു. ബിവറേജിൻ്റെ മതിലിനപ്പുറമുള്ള വീട്ടിലെത്തുന്നു. അവിടെ തൊഴുത്തിന് പുറത്ത് പശുവിനെ കെട്ടിയ ഇരുമ്പ് കമ്പി എടുക്കുന്നു. പശുവിനെ മറ്റൊരു കമ്പിയിലേക്ക് മാറ്റിക്കെട്ടുന്നു. ആ കമ്പി കൊണ്ട് ബിവറേജിൻ്റെ ചുമർ തുരക്കുന്നു. ഇത് കണ്ട ജീവനക്കാരൻ ഓടി വരുന്നു. മോഷണ ശ്രമം തടയുന്നു. ഇയാളുമായുള്ള അടിപിടിയിലാണ് കൊല നടക്കുന്നത്. കമ്പി കൊണ്ട് ഇയാളെ തലയ്ക്കടിക്കുന്നു. ജീവന് വേണ്ടി നിലവിളിച്ച ഇയാളെ വീണ്ടും അടിക്കുകയാണ്. ഈ നേരത്താണ് ഒരു പോലീസ് വാഹനം വരുന്നത് ജയാനന്ദൻ കാണുന്നത്. ഇയാൾ ഓടി അടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിക്കുന്നു. പോലീസ് വാഹനം അവിടെ എത്തി നിർത്തുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ആശുപത്രിയിലെത്തിക്കുന്നു. റിപ്പർ വിശദീകരിച്ചു. ജയാനന്ദനെക്കുറിച്ച് ഇത്തരത്തിൽ പുറത്തു വന്ന കഥകളൊക്കെ തന്നെ പോലീസിന് അയാൾ നൽകിയതായി പറയുന്ന കുറ്റസമ്മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ക്രൂരമായ മർദ്ദനത്തിലൂടെയാണ് തന്നെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതെന്നാണ് അന്നു മുതൽ ഇന്നേക്ക് 18 വർഷങ്ങളായി ജയാനന്ദൻ ആവർത്തിക്കുന്നത്. തടവിലിരിക്കെ ജയാനന്ദൻ 2 തവണ ജയിൽ ചാടി.
വിയ്യൂരിലെ ജയിലിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുമായിരുന്നു ജയിൽ ചാട്ടം. പോലീസ് വലവിരിച്ചെങ്കിലും ജയാനന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പൂജപ്പുരയിൽ നിന്ന് സഹതടവുകാരനൊപ്പമാണ് ജയിൽ ചാടിയത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് ജയാനന്ദൻ പറയുന്നുണ്ട്. അത് കേസുകൾക്ക് ദോഷമാവുകയും പോലീസുകാർ ആജന്മ ശത്രുക്കളായി മാറാൻ ഇടയാക്കുകയും ചെയ്തു. ഈ ജയിൽ ചാട്ടത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലായ ഒരു ഓഫീസറാണ് 2004 തെളിയിക്കപ്പെടാത്ത ഒരു കേസിൽ അയാളെ പ്രതിയാക്കിയത് എന്നാണ് ജയാനന്ദൻ പറയുന്നത്. 2021 ഡിസംബറിൽ അതിൻ്റെ പേരിൽ ജയാനന്ദൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 75ാം വാർഷികം പ്രമാണിച്ച് 2022 സ്വാതന്ത്ര്യ ദിനത്തിൽ മോചിപ്പിക്കപ്പെടാനുള്ള മാപ്പപേക്ഷ നൽകാനിരിക്കെയായിരുന്നു ഈ അറസ്റ്റ്. കഴിഞ്ഞ വർഷം 2 ദിവസത്തെ പരോളിനായി റിപ്പർ ജയാനന്ദൻ പുറത്തിറങ്ങിയിരുന്നു. ഹൈക്കോടതിയിൽ അഭിഭാഷകയായ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അത്. അതീവ സുരക്ഷയോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജയാനന്ദൻ വിവാഹശേഷം തിരികെ ജയിലിലേക്ക് തന്നെ പോയി. കൂടാതെ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിൻ്റെ കഥ പറയുന്ന പുലരി വിരിയും മുൻപേ എന്ന നോവൽ വെറും 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദന് എഴുത്തുകാരൻ എന്ന പേരും സമ്മാനിച്ചു. പുലരി വിരിയും മുൻപേ എന്ന നോവൽ പ്രകാശനത്തിനും ജയാനന്ദന് പരോൾ ലഭിച്ചിരുന്നു. ജയാനന്ദനെതിരെ 2021 ഫയൽ ചെയ്ത കേസിൽ വിചാരണ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. അതൊഴികെയുള്ള 5 കൊലപാതക കേസുകളിൽ 3ലും ജയാനന്ദൻ കുറ്റവിമുക്തനായി. പ്രതിക്കെതിരെ വിശ്വസനീയമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി. തൃശ്ശൂരിലെ ഏലിക്കുട്ടി വധക്കേസിലും പുത്തൻവേലിക്കരയിലെ ദേവകി വധക്കേസിലുമാണ് ജയാനന്ദനെ കോടതി ശിക്ഷിച്ചത്. പുത്തൻവേലിക്കര ദേവകി കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഇടപെട്ട് ജീവപര്യന്തമാക്കി. ശിക്ഷ ഇളവ് ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും കേസിലെ സാക്ഷികളെയും ജയാനന്ദനെയും അയാളുടെ കുടുംബത്തെയും നേരിൽ കണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പഴയ മാധ്യമ വാർത്തകളും നിരവധി കോടതി രേഖകളും പരിശോധിക്കുകയും ചെയ്ത നിതിഷ് MK എന്ന മാധ്യമപ്രവർത്തകൻ്റെ ജയാനന്ദനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വായിക്കാനിടയായപ്പോൾ നമ്മൾ കേട്ട കഥകളെല്ലാം പോലീസിൻ്റെ സൃഷ്ടിയായിരുന്നു എന്ന് തോന്നിയേക്കാം. നിങ്ങൾക്ക് വേണ്ടി ആ റിപ്പോർട്ടിൻ്റെ പരിഭാഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. തെളിവുകൾ വ്യാജമായി സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും 3ാം മുറയിലൂടെ കേസ് തെളിയിക്കുന്നതിനെക്കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ തുറന്നു പറയുന്നുണ്ട്. ഇതിൽ തെളിവുകൾ വ്യാജമായി നിർമ്മിച്ചതിനെക്കുറിച്ച് പരസ്യമായി സമ്മതിക്കുന്ന സാക്ഷികളെയും അദ്ദേഹം കണ്ടു. പോലീസ് നിഗമനങ്ങളെ സാധൂകരിക്കാത്ത നിർണായക തെളിവുകൾ പ്രോസിക്യൂട്ടർമാർ നിസ്സാരമായി അവഗണിച്ചതിനെക്കുറിച്ചും ഇതിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്. ഇന്ന് സാധാരണക്കാരൻ്റെ നീതിക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം കൂട്ടിനുള്ളപ്പോൾ നിരപരാധികളുടെ എണ്ണം കുറയുകയും നീതി നടപ്പിലാക്കുന്നത് കൂടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കഥയുമായി ബിയോണ്ട് ദ ചാപ്റ്ററിൽ വീണ്ടും കാണാം. ബൈ. Beyond the Chapter.